തളിയിൽ അമ്പലത്തിലെ ഉത്സവത്തിനൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫാൻസി പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നമ്മുടെ പാളയത്തുള്ള ഫാഷൻ ഹൗസിലേക്കാണ് വന്നത്. അപ്പോൾ അവിടെ ഈ ഡാൻസിനും പിന്നെ നമ്മൾ പല ഒക്കേഷൻസിനും ഒക്കെ യൂസ് ചെയ്യുന്ന കുറേ ആഭരണങ്ങൾ ഒരു ഡിസ്കൗണ്ടിന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെപ്പോഴും ഇവിടെ നിന്നാണ് ഇങ്ങനത്തെ ചെയിൻസും നെക്ലസസും ഒക്കെ പർച്ചേസ് ചെയ്യുക. സ്റ്റോൺസൊക്കെയുള്ള ആഭരണങ്ങളും പിന്നെ ഇതുപോലുള്ള മാലകളും ലോങ് ചെയിൻസും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇയർ ചെയിൻ, പിന്നെ ബാംഗിൾസ്, എന്താ പറയുക, പല തരത്തിലുള്ള ആഭരണങ്ങളുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ടൈം ഞാൻ പർച്ചേസ് ചെയ്തത് ആക്ച്വലി മഹാരാഷ്ട്രീയൻ ടൈപ്പ് കുറച്ച് ആഭരണങ്ങളാണ്. പിന്നെ അതിന് മുമ്പ് ബംഗാളി ടൈപ്പ് കുറച്ച് ആക്സസറീസ് വേണമായിരുന്നു. അപ്പോൾ ഒക്കെ എനിക്ക് ഇവിടുന്ന് നല്ല ഇതിൽ കിട്ടി കേട്ടോ. നല്ല ഡിസൈൻസൊക്കെ ആയിട്ട് എനിക്ക് ഇവിടുന്ന് തന്നെയാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. പിന്നെ കുറേ ജുംകാസൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി ജുംകാസാണ്. കാണാൻ നല്ല സ്റ്റൈലൊക്കെ ഉണ്ട്. നമ്മളിട്ട് കാണുമ്പോഴൊക്കെ നല്ല സ്റ്റൈലുണ്ട് കേട്ടോ. അപ്പോൾ വേദിക്ക് ഞാൻ ഇവിടുന്ന് ഒരു 2 നെക്ലസ് വാങ്ങി, പിന്നെ 2-3 വളയും വാങ്ങി. ഞങ്ങളിവിടെ പോകുമ്പോൾ കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നി വിഷുവിൻ്റെ റിലേറ്റഡായ പർച്ചേസ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ആയിട്ട് ഡ്രസ്സിന് മാച്ചിങ് ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ നോക്കുന്നവരുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ഡ്രസ്സിനും മാച്ചിങ് ആയ ഇയറിങ്സും ബാംഗിൾസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ജുംകാസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനിപ്പോൾ ഓൾറെഡി 2 തവണ ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഓൾറെഡി കുറേ ജുംകാസ് ഉണ്ട്. അപ്പോൾ അതൊന്നും വാങ്ങാൻ പോയില്ല. ഇത്തവണ ഞാൻ വാങ്ങിയത് 2 നെക്ലസ്സാണ് വേദിക്ക് വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഇയറിങ്സ് ഉണ്ട്, മാച്ചിങ് ആയിട്ടുള്ള നമുക്ക് നോക്കിയെടുക്കാൻ പറ്റും. ചിലതിന് സെറ്റിൽ തന്നെ ഉണ്ട്, ചിലതിന് നമ്മൾ ഇതിൽ നിന്ന് നോക്കിയിട്ട് എടുക്കാം. ഞങ്ങളിപ്പോൾ മെയിനായിട്ടും വന്നത് നമ്മുടെ വേദിൻ്റെ ബർത്ത്ഡേ റിലേറ്റഡ് ആയിട്ടുള്ള പർച്ചേസിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ആൾക്കൊരു ഫെയറി വിങ്സ് വേണമായിരുന്നു, ബട്ടർഫ്ലൈൻ്റെ. അപ്പോൾ അത് വാങ്ങി. ഇത് നമുക്ക് കിട്ടിയ സുന്ദർ മഹലിനാണ് കേട്ടോ. അപ്പോൾ ഫാഷൻ ഹൗസിലുണ്ടായ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ പോയത് തളിയിലേക്കാണ്. തളിയിൽ അമ്പലത്തിലെ ഉത്സവം നടക്കുന്ന സമയമാണ്. അപ്പോൾ അവർ ഈ കുളത്തിൻ്റെ സൈഡിലുണ്ടല്ലോ ഇതുപോലുള്ള ഇങ്ങനെ രൂപങ്ങളുണ്ടല്ലോ, ഭഗവതിയുടെയും ഭഗവാന്മാരുടെയും ഒക്കെ രൂപങ്ങൾ ഇങ്ങനെ ബൾബ് കൊണ്ട് ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ കണ്ടു. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. പിന്നെ അമ്പലത്തിൻ്റെ ഭാഗത്തേക്ക് പോയിട്ടോ. പിന്നെ ആണുങ്ങൾക്ക് ഉള്ളിൽ പോകുമ്പോൾ മുണ്ടുടുക്കേണ്ടതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് വന്നില്ല. അപ്പോൾ ഞാനും മക്കളും കൂടി ഉള്ളിലേക്ക് കയറി. ഇതവിടെ നടക്കുന്ന ഇതിനെ മലയാളത്തിൽ എന്താ പറയുന്നത് എനിക്കറിയാം, ചെണ്ടമേളം. ഓക്കെ, തായമ്പക ചെണ്ടമേളം എന്നൊക്കെ പറയാറില്ലേ, ഇതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അത് കണ്ടു നിന്നു. പിന്നെ അവിടെ കുറച്ച് തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ പോയ സമയത്ത്. വൈകുന്നേരമായിരുന്നു ഞങ്ങൾ പോയത്. ഒരു 8 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഈ സമയത്ത് ഇവിടേക്ക് വരാൻ മെയിൻ കാരണം ആനയാണ് കേട്ടോ. കുട്ടികളെ ആനേനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഈ സമയമാകുമ്പോൾ ഇവിടെ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ കെട്ടി ഇട്ടിട്ടുണ്ടാവും കേട്ടോ. പാപ്പാന്മാരും അടുത്തുണ്ട്. അവരിങ്ങനെ നോക്കിയിരിക്കുകയാണ്. ചിലരിങ്ങനെ ആനയുടെ തുമ്പിക്കൈയൊക്കെ തൊടാൻ നോക്കുമ്പോൾ അവർ തടയുന്നുണ്ട്. മീൻസ് നിങ്ങൾ വെറുതെ അപകടം വിളിച്ച് വരുത്തരുത്. അവരിപ്പോൾ ശാന്തമായി നിൽക്കുകയാണ്. പക്ഷെ നിങ്ങളിങ്ങനെ അവരെ പ്രകോപിപ്പിക്കരുത് ആനേനെ, അങ്ങനെയാണ് അവർ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ തൊടാനൊന്നും പോയില്ല, അടുത്ത് തന്നെ പോയില്ല. കുറച്ച് അകലം പാലിച്ച് നിന്നിട്ടാണ് ഈ വീഡിയോ ഒക്കെ എടുത്തത് കേട്ടോ. അപ്പോൾ ആന എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മളെ വീട്ടിനടുത്തുള്ള ഉത്സവമാണ് കേട്ടോ. ഞങ്ങളെ കൊങ്ങണീസിൻ്റെ ഉത്സവമാണ്. കാർത്തിക് പുന്നവ എന്നാണ് പറയുക. ഈ കാർത്തിക പൗർണമി ദീപോത്സവം, ഈ കാർത്തിക മാസം എന്ന് പറയുമ്പോൾ നവംബറിലാണ് വരിക കേട്ടോ. ആ സമയത്ത് ആനേനെ എഴുന്നള്ളിക്കാറുണ്ട്. മീൻസ് എഴുന്നള്ളത്ത് എന്ന് പറഞ്ഞാൽ ഇതൊന്നുമില്ല, തിടമ്പൊന്നുമില്ല. പക്ഷെ ഭഗവാന്റെ ഇത് പല്ലക്കിൽ കൊണ്ടുവരുമ്പോൾ പുറകെ ആനയും കൂടി വരും.
ആനയ്ക്ക് നെറ്റിപ്പട്ടമൊക്കെ കെട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഇവിടെ അടുത്ത് കാണിക്കാൻ വേണ്ടി, കുട്ടികളെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് കേട്ടോ. പാവം തോന്നും കേട്ടോ ഇങ്ങനെ നിൽക്കുമ്പോൾ. വേദി ഇങ്ങനെ പറയുകയാണ്, ഇതിനെന്തിനാ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത്, അതിനെ അയച്ചു വിടണ്ടേന്നൊക്കെ. അപ്പോൾ ശ്രേയസ് പറഞ്ഞു കൊടുക്കുകയാണ്, വേദി അങ്ങനെ ചെയ്താൽ ആന നമ്മളെ അറ്റാക്ക് ചെയ്യും, അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ സൂവിലൊക്കെ ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലല്ലേ കാണുന്നത്, ഒരു മതിലിൻ്റെ ഉള്ളിൽ ആയിട്ടല്ലേ കാണുന്നത്, അതുപോലെ ഇവിടെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് കെട്ടിയിട്ടതാണെന്ന് വേദിക പറഞ്ഞ് മനസ്സിലാക്കിയൊക്കെ കൊടുത്തു കേട്ടോ ശ്രേയസ്. എനിക്കിതൊന്ന് കുറേ നേരം നിന്നു കേട്ടോ ആനയും കണ്ടുകൊണ്ട്. എന്നാൽ കുട്ടികൾ അവിടുന്ന് മാറുന്നില്ല, അവർക്കത് ഭയങ്കര ഇഷ്ടമായി ആനേനൊക്കെ കണ്ടിട്ടേ. സാധാരണ തളിയിലമ്പലത്തിലെ ഉത്സവത്തിനല്ലേ 3 ആനകൾ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചോദിച്ചു ബാക്കി ആന എവിടെ പോയിന്ന് ചോദിക്കുമ്പോൾ ഒരാനേനെ ഇവിടെ സ്കൂളിൽ, സാമൂതിരി സ്കൂളിലുണ്ട്, അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകണമെന്ന് ആയി. അപ്പോൾ ഞാൻ കുട്ടികളോട് പറഞ്ഞു, നമുക്കിനി പോവാം, തിരിച്ച് പോവാം, എന്നിട്ട് അച്ഛനെയും കൊണ്ട് നമുക്ക് സ്കൂളിലേക്ക് പോകാം. അപ്പോൾ അച്ഛനും കാണാമല്ലോ ആനേനെ. ബസ്സിനാണെങ്കിൽ അവിടുന്ന് മാറാൻ ഒന്നും ഇഷ്ടമില്ല കേട്ടോ. ആനേനെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. കണ്ടോ ഇവരെ രണ്ടാളെയും? വരുന്നില്ല എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. എന്നിട്ട് ആനേൻ്റെ കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അറിയാണ്ട് ഞാൻ എടുത്തത് വീഡിയോ ആയി പോയിട്ടോ. ഞാൻ ഫോട്ടോ എടുക്കാൻ മറന്നുപോയി. പിന്നെ അമ്പലത്തിൽ ഇങ്ങനെ ചുറ്റിയിട്ട് പിന്നെ ഞങ്ങൾ പോയത് നമ്മുടെ സാമൂതിരി സ്കൂളിലേക്കാണ് കേട്ടോ. സാമൂതിരി സ്കൂളിലേക്ക് പോകുന്ന അവിടെ വഴിക്ക് തന്നെ ഞാൻ നേരത്തെ കാണിച്ചു തന്ന ഇതില്ലേ ഭഗവാന്മാരുടെ രൂപങ്ങൾ, അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഇങ്ങനെ ഈ നവരാത്രി എന്താ പറയുക, തളിയിൽ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ സമയത്തൊക്കെ പരിപാടിയൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ ഒരു കാര്യം മറന്നു, ഞങ്ങളില്ലേ നമ്മുടെ സംഗീത സംവിധായകൻ ജയചന്ദ്രൻ സാറില്ലേ, അവരെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആളൊരു കാറിൻ്റെ ഉള്ളിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആനേനെ കാണാൻ വന്നതാണ് കേട്ടോ. അമ്പലത്തിലുള്ള ഇവിടെ സ്കൂളിലുള്ള ആനേനെ കാണാൻ വന്നതാണ്. ഇതാണ് ആന. ആളെ കണ്ടിട്ട് പാവം തോന്നും കേട്ടോ. ഒറ്റയ്ക്കായിട്ട് പേടിയായും തോന്നുന്നു. ഒരു മൂലയ്ക്കുണ്ട് ആൾ. ആ ഒരു പറമ്പിൻ്റെ മൂലയ്ക്കാണ് ആളെ കെട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ കുറേ ആൾക്കാർ കാണാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. നാളെ ഇനിയും ഒരു വാനൊക്കെ വരുമെന്ന് പാപ്പാൻ പറയുന്നുണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്ക് ഐസ്ക്രീമും സ്വീറ്റ് കോണൊക്കെ വേണമെന്ന് പറഞ്ഞു, അതൊക്കെ വാങ്ങിക്കൊടുത്തു കേട്ടോ. എനിക്ക് പിന്നെ ഐസ്ക്രീം ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്കൊരു ട്രിപ്പ് ഉണ്ട് ഈ ആഴ്ച. അപ്പോൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് തണുത്തത് എന്തെങ്കിലും കഴിച്ച് പണിയായാൽ പിന്നെ എനിക്കങ്ങനെ സാധാരണ ഉണ്ടാവാറില്ല. പക്ഷെ നമ്മളുടെ ഒരു സമയമോശത്തിന് ഇങ്ങനെയൊക്കെ ആയാലോ. അങ്ങനെ അവിടെയുള്ള ഗോബി ഫ്രൈ ഉണ്ടായിരുന്നു കേട്ടോ, അത് വാങ്ങി. അതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ, അവിടുന്ന് കഴിച്ചില്ല. ഗോബി ഫ്രൈ വാങ്ങി, പിന്നെ ഈ മുളക് ബജ്ജി ഉണ്ടായിരുന്നു, അതും കൂടി വാങ്ങി. അതെല്ലാം വാങ്ങിയിട്ട് വീട്ടിലേക്ക് വന്നു കേട്ടോ. ഇത് ഇവരുടെ ഒരു പ്ലേറ്റാണ്. അപ്പോൾ ഞങ്ങൾ 2 പ്ലേറ്റാണ് വാങ്ങിയത് കേട്ടോ. അപ്പോൾ എനിക്ക് കവറിലിട്ടിട്ട് തന്നു 2 പ്ലേറ്റ്. അതാ ഒന്നും കൂടി എടുക്കാൻ പോവാണ്. അപ്പോൾ 2 പ്ലേറ്റാണ് കേട്ടോ. ഒരു പ്ലേറ്റിന് 60 രൂപയാണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു സോസും കൂടി തന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. താങ്ക് യു.